ഹലോ, വെൽത്ത് ലൈറ്റിൻ്റെ മ്യൂച്വൽ ഫണ്ട് ആപ്ലിക്കേഷൻ എങ്ങനെ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ജസ്റ്റ് ഒരു ഡെമോ ആണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കറണ്ട് വാല്യൂ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത വാല്യൂ, അതേപോലെ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ കറണ്ട് വാല്യൂ, ടോട്ടൽ പ്രോഫിറ്റ്, എത്ര ശതമാനം പ്രോഫിറ്റ് ഉണ്ട്, അബ്സല്യൂട്ട് റിട്ടേണിലൊക്കെ കാണിക്കും. ഈ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ടുകൾ റിപ്പോർട്ടിൽ പോയി കഴിഞ്ഞാൽ ഈ ഓപ്ഷനിൽ കാണാം ഓരോ ഫണ്ടുകളും. ഇതിൽ തന്നെ നമുക്ക് കൂടുതലായിട്ട് അതിലേക്ക് തന്നെ ഫണ്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് മോറിൽ പോവുക. നമുക്ക് എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ചിലപ്പോൾ ഒരു 5,000 ആണെന്നുണ്ടെങ്കിൽ 5,000 കൊടുത്തു കഴിഞ്ഞാൽ ചെക്കൗട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു മെയിൽ വരും. മെയിലിൽ ഫസ്റ്റത്തെ മെയിലിൽ നമുക്ക് OTP സബ്മിറ്റ് ചെയ്യുക, രണ്ടാമത്തെ മെയിൽ പേയ്മെൻറ്റ് ചെയ്യുക. അതെങ്ങനെ ചെയ്യുന്നത് ഞാൻ വേറൊരു വീഡിയോയിലൂടെ കാണിക്കാം. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ആപ്ലിക്കേഷനിൽ താഴെ ഭാഗത്ത് പിന്നെ ഏതെല്ലാം പെർഫോം ചെയ്യുന്ന ഫണ്ടുകൾ, ഇപ്പോൾ ലാസ്റ്റ് 5 ഇയേഴ്സിൽ നല്ല കൂടുതൽ റിട്ടേൺ കൊടുത്ത ഫണ്ടുകൾ ഇതിൽ അവൈലബിൾ ആണ്. അതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഇൻവെസ്റ്റിൽ പോവുക. നമുക്ക് വൺ ടൈം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. വലിയ എമൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആഡ് ടു ചാർട്ട് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ മെയിൽ വരും. അതിൽ കൺഫേം ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്യാണ് വേണ്ടത്. അതേപോലെ തന്നെ ധാരാളം വേറെയും ചിൽഡ്രൻസ് അവർക്ക് വേണ്ട ഫണ്ടുകൾ, റിട്ടയർമെൻറ്റ് പ്ലാനിലേക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ടുകൾ, എല്ലാ ഫണ്ടുകളും അവൈലബിൾ ആണ്. പോയി കഴിഞ്ഞാൽ ഇതെല്ലാം ഓപ്ഷൻസ്, അതായത് ഇപ്പോൾ നമുക്ക് റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിലേക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് സ്വരൂപിക്കാൻ അതിന് വേണ്ട ഒരു പ്ലാന് തയ്യാറാക്കി തരും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ റിട്ടയർമെൻറ്റ് പ്ലാനിലേക്ക് ഇപ്പോൾ നമ്മൾ കറണ്ട് ഏജ്, നമുക്ക് കറൻ്റ്ലി 30 വയസ്സാണ് ആയിട്ടുള്ളത് വെച്ചാൽ 30 ഇയേഴ്സ് അവിടെ കൊടുക്കുക. അതേപോലെ തന്നെ 66ാമത്തെ വയസ്സിൽ നമ്മൾ റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ 66 കൊടുക്കുക. നമ്മൾ 66 റിട്ടയർമെൻറ്റ് ചെയ്തിട്ട് ഒരു 80 വയസ്സ് വരെ ജീവിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 80 കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കറൻ്റ്ലി നമുക്ക് എത്രയാണോ കോസ്റ്റ് വരുന്നത്, ജീവിക്കാൻ എത്രയാണോ കോസ്റ്റ് വരുന്നത്, 25,000 കൊടുത്തു കഴിഞ്ഞാൽ കാൽക്കുലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 25,000 ആണെങ്കിൽ നമുക്ക് 66ാം വയസ്സിൽ ഏകദേശം 36 വർഷമുണ്ട്. ആ സമയത്ത് നമുക്ക് ഏകദേശം 3,62,000 റുപ്യ ഒരു മാസം ചിലവ് വരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് 5,58,00,000 സംതിങ് വേണ്ടി വരും നമുക്ക് ഏകദേശം 86 വയസ്സ് വരെ ജീവിക്കാൻ. അപ്പോൾ അതിന് നമ്മൾ എത്രത്തോളം ഇൻവെസ്റ്റ്മെൻറ്റ് മന്ത്ലി ചെയ്യേണ്ടതുണ്ട് ഈ സമയത്തിന് 4,527 റുപ്യ എല്ലാ മാസം ഒരു SIP മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 36 വർഷം കൊണ്ട് ഈ പറയുന്ന ഒരു എമൗണ്ട് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ വൺ ടൈം ആയിട്ട് 3,94,000 റുപ്യ ഏതെങ്കിലും നല്ലൊരു ഫണ്ടിലേക്ക് നിക്ഷേപിക്കുകയാണെന്നുണ്ടെങ്കിൽ 36 വർഷം കൊണ്ട് ഈ ഒരു എമൗണ്ടിലേക്ക് നമുക്ക് സ്വരൂപിക്കാൻ പറ്റും എന്നതാണ് ഇതിലൂടെ കാണിക്കുന്നത്. അതേപോലെ തന്നെ വേറെയും ഇപ്പോൾ മാരേജ് പ്ലാൻ, അതേപോലെ എഡ്യൂക്കേഷൻ പ്ലാന്, അതേപോലെ തന്നെ നമുക്ക് വീട് വെക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എത്ര വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട് വെക്കേണ്ടത്, അതേപോലെ തന്നെ ഇപ്പോൾ ഒരു വീട് വെക്കാൻ എത്രയാണ് കോസ്റ്റ് ഉള്ളത്, അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്ര വർഷം കഴിയുമ്പോഴത്തേന് എത്രത്തോളം കോസ്റ്റ് നമ്മൾ വീട് വെക്കാനുണ്ട് എന്നത് വെച്ചിട്ട് നമ്മൾ അതിലേക്ക് എത്രയാണ് മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കാണിക്കും. അപ്പോൾ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു റിസർച്ച് ടൂളാണ്, നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ കാറ് പർച്ചേസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ ഓപ്ഷൻസും ഇവിടെ അവൈലബിൾ ആണ്. ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു പ്ലാനിങ് തയ്യാറാക്കാം, അതിനനുസരിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഓൾറെഡി നമ്മൾ ചെയ്യുന്ന ഫണ്ടുകളിൽ തന്നെ നമുക്ക് അഡീഷണലായിട്ട് പർച്ചേസ് ചെയ്യാനും അഡീഷണലായിട്ട് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും, അതേപോലെ തന്നെ പുതിയതായിട്ട് SIP ചെയ്യാനൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നതാണ്. ഈ ട്രാൻസാക്റ്റിൽ പോയി കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുക, അവിടെ പർച്ചേസ് ആൻഡ് SIP അതിൽ പോയി കഴിഞ്ഞാൽ ഇൻവെസ്റ്റ് ഇൻ എക്സിസ്റ്റിംഗ് സ്കീം എന്ന് പറഞ്ഞാൽ നമ്മൾ നിലവിൽ ഓൾറെഡി ചെയ്യുന്ന അതാണ്. അതിലേക്ക് തന്നെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബൈ കൊടുക്കുക. ലെംസ് ആണെന്നുണ്ടെങ്കിൽ വൺ ടൈം ആണെന്നുണ്ടെങ്കിൽ ലെംസ് ആയിട്ട് കൊടുക്കുക. ഇവിടെ എമൗണ്ട് അടിച്ചിട്ട് ആഡ് ടു ചാർട്ട് പ്ലേസ്ഡ് ഓർഡർ കൊടുത്താൽ മതി. ഇനി SIP ആണെന്നുണ്ടെങ്കിൽ ഇതിൽ SIP ചെയ്യാം. ഡെയിലി ആണോ മന്ത്ലി ആണോ ക്വാർട്ടർലി ആണോ, മന്ത്ലി ആണെന്നുണ്ടെങ്കിൽ ഡേറ്റ് കൊടുത്തിട്ട് എല്ലാം സെലക്ട് ചെയ്തിട്ട് ആഡ് ടു ചാർട്ട് കൊടുക്കുക. ഇനി നമുക്ക് പുതിയതായിട്ടൊരു സ്കീം നമുക്ക് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ടാറ്റൻ്റെ ആണെങ്കിൽ ടാറ്റ എത്തിക്കൽ ഫണ്ട് അതിൽ സെലക്ട് ചെയ്യുക, ബൈ കൊടുക്കുക. ഇതിൽ വൺ ടൈം ആണെങ്കിൽ ലെംസ് ആയിട്ട് ക്രിയേറ്റ് ഫോളിയോ 5,000 5,000 ആണ്. ചില ഫണ്ടുകൾക്ക് മിനിമം 5,000 ആയിരിക്കും. ഇനി ആഡ് ടു ചാർട്ട് കൊടുക്കുക, പ്ലേസ് ദ ഓർഡർ. ഇതിനുശേഷം നമുക്കൊരു മെയിൽ വരും. അതിൽ ഫസ്റ്റത്തെ മെയിൽ OTP സബ്മിറ്റ് ചെയ്യാൻ, രണ്ടാമത്തെ മെയിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാനുള്ള മെയിലായിരിക്കും. അത് പിന്നീട് നമ്മൾ വേറൊരു ഇതിൽ കാണിക്കാം. അതേപോലെ തന്നെ SIP ആണെന്നുണ്ടെങ്കിൽ ഇവിടെ SIP സെലക്ട് ചെയ്യുക. മന്ത്ലി, സാധാരണ എല്ലാവരും മന്ത്ലിയാണ് ചെയ്യാറുള്ളത്. മന്ത്ലി സെലക്ട് ചെയ്യുക. സെലക്ട് ഡേറ്റ് എല്ലാ മാസം എത്രയാണോ ഡേറ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റ് കൊടുക്കുക. എന്നിട്ട് ക്രിയേറ്റ് ഫോളിയോ, അത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് സെലക്ട് മാൻഡേറ്റ് ID കൊടുക്കുക. എന്നിട്ട് എമൗണ്ട് കൊടുക്കുക 5,000, ആഡ് ടു ചാർട്ട്, ഇവിടെ പ്ലേസ് ദ ഓർഡർ. ഇതും തന്നെ നമുക്കൊരു മെയിൽ വരും. അതിൽ ഫസ്റ്റത്തെ മെയിലിൽ OTP സബ്മിറ്റ് ചെയ്യണം. രണ്ടാമത്തെ മെയിലിൽ നമ്മൾ ഫസ്റ്റത്തെ SIP, അതായത് ഫസ്റ്റ് പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ മെയിലിൽ വന്നിട്ട് പേയ്മെൻറ്റ് ചെയ്യാണ് വേണ്ടത്. മെയിൽ വന്നത് നമുക്ക് ഇതേപോലത്തെ ആയിരിക്കും. SIP ഒതൻറ്റിക്കേഷൻ പറഞ്ഞിട്ട് ഇതേപോലെ ആയിരിക്കും ഒരു മെയിൽ വന്നിട്ടുണ്ടാവുക. അതിൽ സെലക്ട് ചെയ്യുക. അതിൽ ഇവിടെ സെലക്റ്റോ നമ്മൾ മൊബൈൽ നമ്പർ സെലക്ട് ചെയ്യുക, സെലക്ട് കോൾ കൊടുക്കുക, ജനറേറ്റ് OTP കൊടുക്കുക. ആ OTP എൻ്റർ ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. അതാണ് ചെയ്യേണ്ടത്. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒരു മെയിൽ വരും നമുക്ക്. അതിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാണ് വേണ്ടത്. ഇതുപോലത്തെ ഒരു മെയിലാണ് വരിക. പേയ്മെൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് മ്യൂച്വൽ ഫണ്ട് ഓർഡർ പേയ്മെൻറ്റ് കൺഫർമേഷൻ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് അതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാണാം. അതിൽ ഡയറക്റ്റ്, അതായത് നെറ്റ് ബാങ്കിങ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ ഇനിഷ്യൽ പേയ്മെൻറ്റ് പറഞ്ഞിട്ട് പോയാൽ മതി. ഓട്ടോമാറ്റിക്കലി നിങ്ങളെ നെറ്റ് ബാങ്കിലേക്ക് കണക്റ്റ് ആവും. യൂസറേയും പാസ്വേഡും കൊടുത്തിട്ട് പേയ്മെൻറ്റ് ചെയ്യാം. ഇനി അത് ഓപ്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് UPI ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നെഫ്റ്റ് IMPS ആയിട്ടൊക്കെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം.
ഇതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ്. ഓക്കെ, ഇനി നമുക്ക് NFO എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത് നോക്കാം. NFO എന്ന് പറഞ്ഞാൽ ന്യൂ ഫണ്ട് ഓഫർ, പുതിയതായിട്ട് മ്യൂച്വൽ ഫണ്ടിലേക്ക് ലോഞ്ച് ചെയ്യുന്ന ഫണ്ടുകളാണ്. അത് നമുക്ക് സ്റ്റാർട്ടിംഗിൽ തന്നെ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെ ചെയ്യുന്നത്, സ്റ്റാർട്ടിംഗിൽ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ NAV പ്രൈസ് എന്ന് പറയുമ്പോൾ 10 rupees ആയിരിക്കും. കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് കൂടുതൽ ക്വാണ്ടിറ്റി നമുക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ അതിലൂടെ ചെറിയ ഗ്രോത്ത് വന്നാൽ തന്നെ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസസ് ഇല്ല ഒരു ഓപ്ഷൻസാണ് NFO. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത്, ട്രാൻസാക്റ്റിൽ പോവുക, മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുക, ബൈ NFO സെലക്ട് ചെയ്യുക. ഇതൊക്കെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള NFOകളാണ്. ഇതിൽ ഏതാണോ വേണ്ടത് വെച്ചാൽ അതിൽ ബൈ കൊടുക്കുക. എമൗണ്ട് എത്രയാണ് എമൗണ്ട് ഉദ്ദേശിക്കുന്നത്, മിനിമം 5000 ആയിരിക്കും. ആഡ് ടു ചാർട്ട്, അതിനുശേഷം സെലക്ട് ചെയ്യുക, പ്ലേസ് ഓർഡർ കൊടുക്കുക. പിന്നെ നമുക്ക് സാധാരണ പേയ്മെൻറ്റ് ചെയ്യുന്ന പോലെ മെയിൽ വരും. അതിൽ ഫസ്റ്റത്തെ മെയിലിൽ OTP സബ്മിറ്റ് ചെയ്യുക, രണ്ടാമത്തെ മെയിലിൽ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ലിങ്ക് വരും, അതിൽ പേയ്മെൻറ്റ് ചെയ്യുക. അതാണ് അതിൻ്റെ പ്രോസസ്സ്. ഓക്കെ, ഹലോ, വെൽത്ത് ലൈറ്റ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ എങ്ങനെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് വിഡ്രോ ചെയ്യുന്നത് എന്നതാണ് ഇതിലൂടെ കാണിക്കുന്നത്. ഇതിൽ ട്രാൻസാക്റ്റിൽ പോവുക, മ്യൂച്വൽ ഫണ്ട്, റിഡംഷൻ, ഇതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഓരോ ഫണ്ടുകളും ഇവിടെ കാണിക്കും. ഇതിൽ സെൽ നൗ കൊടുക്കുക, റിഡംഷൻ ഇവിടെ സെലക്ട്, നമ്മൾ ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം എത്ര എമൗണ്ടാണ് നമുക്ക് വിഡ്രോ ചെയ്യേണ്ടത് ചില എമൗണ്ട് അടിക്കുക, അല്ല ഫുൾ എമൗണ്ടാണ് നമുക്ക് വിഡ്രോ ചെയ്യണമെങ്കിൽ ഫുൾ ഓൾ യൂണിറ്റ് എന്ന് കൊടുത്തിട്ട് ഇത് ആഡ് ടു ചാർട്ട് കൊടുത്താൽ മതി. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു 1000 രൂപയാണ് വിഡ്രോ ചെയ്യുന്നത്. അത് ഇവിടെ നമ്മൾ ഈ ഫോളിയോ നമ്പർ ഉണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, ലാസ്റ്റ് 622 ആണ്. ആഡ് ടു ചാർട്ട് കൊടുക്കുക. അതിനുശേഷം ഇവിടെ സെലക്ട് ചെയ്യുക. ഞാൻ 2 പ്രാവശ്യം നേരത്തെ ഒരു പ്രാവശ്യം കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതാണ് ഇവിടെ ഇങ്ങനെ 2 ആയിട്ട് കാണിക്കുന്നത്. ഒന്ന് ഡിലീറ്റ് ചെയ്ത് അതിൽ പ്ലേസ് ദ ഓർഡർ കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ 622 ഫോളിയോ നമ്പറാണ് നമ്മൾ റെഡീം ചെയ്യുന്നത്. സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ കാണിക്കും നമ്മൾ ഏത് ഫണ്ടാണോ റെഡീം ചെയ്യുന്നത് വെച്ചാൽ. ഇവിടെ സെലക്ട് ഓൾ കൊടുക്കുക, ജനറേറ്റ് OTP കൊടുക്കുക. അപ്പോൾ ഒരു OTP വരും. OTP ഇവിടെ എൻ്റർ ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. 3 വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്യാഷ് ക്രെഡിറ്റ് ആവും. ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ്. ഓക്കെ.